Welcomes all. Plus 2 Accountancy Chapter 1 Part 8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. From the following particulars, prepare receipts and payments account of Kerala Club for the year ended 31st December 2014. Cash balance 650, subscription 6500, donations for construction of pavilion 2500, bank interest received 250, salaries 1600, entrance fees 300, sale proceeds of old furniture 800, rent paid 4850, printing and stationery 180, purchase of sports materials 450, postage and telegram 115, purchase of savings certificates 1600, sale of old newspapers 75, profit on sports materials 750. അപ്പോൾ നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിൻ്റെ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 650 രൂപ എഴുതുക. സെപ്പറേറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കേണ്ട, കാരണം ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ഉള്ളൂ. അടുത്തത് വരിസംഖ്യ സബ്സ്ക്രിപ്ഷൻ, അതിൽ 350 രൂപ 2013 ആണെന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ 2014 ഫിനാൻഷ്യൽ ഇയറിലത്തെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് കാണാനുള്ളത്. അപ്പോൾ 350 രൂപ 2013 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് 2013 എന്ന് എഴുതിയിട്ട് 350 രൂപ കാണിക്കുക. പിന്നെ 2014 എത്രയാവും, മൊത്തം കിട്ടിയത് 6500. അതിൽ നിന്ന് നമ്മൾ കിട്ടിയ പൈസ എത്ര, 350. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2014 വരിസംഖ്യ കിട്ടും. അപ്പോൾ എത്ര കിട്ടുന്നത്, 6150. അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 6500 രൂപ കിട്ടും. അത് തന്നെയാണ് ക്വസ്റ്റ്യനിലും തന്നിട്ടുള്ളത്. പിന്നെ ഡൊണേഷൻ ഫോർ കൺസ്ട്രക്ഷൻ പവലിയൻ കെട്ടുന്നതിന് വേണ്ടി സംഭാവന കിട്ടുക. അപ്പോൾ ക്യാഷ് കിട്ടില്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കുക, റെസീപ്റ്റ് സൈഡിൽ ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് 2500 രൂപ കാണിക്കുക. പിന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അത് നമുക്ക് പൈസ കിട്ടുകയാണ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് എഴുതുക, റെസീപ്റ്റ് സൈഡിൽ ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 250 രൂപ കാണിക്കുക. പിന്നെ എന്താ പറയുന്നത്, സാലറീസ് ഇൻക്ലൂഡിങ് ₹550 ഔട്ട്സ്റ്റാൻഡിങ് 2014. അപ്പോൾ സാലറീസ് എന്ന് പറഞ്ഞിട്ട് മൊത്തം 1600 രൂപ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, 550 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 1600 രൂപയിൽ 550 രൂപ കൊടുക്കാനുള്ള ശമ്പളം അതും കൂടി ചേർത്തിട്ടാണ് ഈ 1600. അപ്പോൾ നമുക്കറിയാം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ആക്ച്വലി ക്യാഷ് കിട്ടിയതും ക്യാഷ് കൊടുത്തതും മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും കാണിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിവിടെ 1600 മുഴുവൻ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ, 550 രൂപ കൊടുക്കാനുള്ളത് എന്ന് പറയുന്നത്, കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഈ 1600 കാണിച്ചിട്ടുള്ളത്. കൊടുക്കാനുള്ള 550 കൂടി ചേർത്തിട്ട്, ഇൻക്ലൂഡിംഗ് എന്നാണല്ലോ പറയുന്നത്, ചേർത്തിട്ടാണ് 1600 രൂപ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി കൊടുത്തത് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കണം, സാലറീസ് എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് സൈഡിൽ 1600 മൈനസ് 550, അപ്പോഴാണ് ആക്ച്വലി സാലറി ആയിട്ട് കൊടുത്തിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ എത്ര കിട്ടുക, 1050 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളിത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതവിടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇൻക്ലൂഡിങ് ₹550 ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, 550 രൂപ കൊടുക്കാനുള്ള ക്യാഷ്, സാലറി ആയിട്ട് കൊടുക്കാനുള്ള ക്യാഷ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ഈ 1600. അപ്പോൾ നമ്മളത് മൈനസ് ചെയ്ത് കാണിക്കണം, കാരണം ആക്ച്വലി ആയിട്ട് കൊടുത്ത ക്യാഷ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. പിന്നെ എന്താ, എൻട്രൻസ് ഫീസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ റെസീപ്റ്റ് സൈഡിൽ എൻട്രൻസ് ഫീസ് പറഞ്ഞിട്ട് 300 രൂപ കാണിക്കുക. പിന്നെ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഓൾഡ് ഫർണിച്ചർ, പഴയ ഫർണിച്ചർ വിറ്റപ്പോൾ ക്യാഷ് കിട്ടുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെ കാണിക്കണം, റെസീപ്റ്റ് സൈഡിൽ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 800 രൂപ കാണിക്കുക. പിന്നെ എന്താ, റെൻറ്റ് പെയ്ഡ്, അപ്പോൾ ക്യാഷ് പോകുന്നു. അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 4850 രൂപ എഴുതുക. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അത് നമുക്കൊരു എക്സ്പെൻസാണ്, ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് 150 രൂപ കാണിക്കുക.
പിന്നെ പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ. സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങുക എന്ന് പറയുമ്പോൾ ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെ എഴുതണം? പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് 450 രൂപ കാണിക്കാം. പിന്നെന്താ പറയുന്നത്? പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം. അപ്പോഴും ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. പോസ്റ്റേജിന് വേണ്ടിയിട്ടൊക്കെ ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെ എഴുതണം? പേയ്മെൻറ്റ് സൈഡിൽ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന് പറഞ്ഞിട്ട് 115 രൂപ കാണിക്കാം. പിന്നെന്താ പറയുന്നത്? പർച്ചേസ് ഓഫ് സേവിങ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ സേവിങ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ക്യാഷ് പോവില്ല ചെയ്യുന്നത്. അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ എന്തെഴുതണം? പർച്ചേസ് ഓഫ് സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് 1600 രൂപ കാണിക്കാം. പിന്നെ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. പഴയ പത്രങ്ങൾ വിറ്റു. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണല്ലോ ചെയ്യുന്നത്, നമ്മൾ വിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ എവിടെ എഴുതണം? റെസീവ് സൈഡിൽ എന്ത് പറഞ്ഞിട്ട് എഴുതണം? സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 75 രൂപ. പിന്നെ പ്രോഫിറ്റ് ഓൺ സ്പോർട്സ് മെറ്റീരിയൽസ്. സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ മേലെ നമുക്ക് ലാഭം കിട്ടി. അപ്പോൾ ക്യാഷായിട്ട് കിട്ടില്ല, ലാഭം കിട്ടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെ കാണിക്കണം? റെസീവ് സൈഡിൽ എന്ത് കാണിക്കണം? പ്രോഫിറ്റ് ഓൺ സ്പോർട്സ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് 750 രൂപ കാണിക്കുക. അതിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് കളക്ഷൻ 3000 രൂപ കളക്ട് ചെയ്തു, പിന്നെ എക്സ്പെൻസ് ആയിട്ട് 2250 രൂപ കൊടുത്തു. അങ്ങനെ ഡിഫറൻസ് ആണ് 750 രൂപ ലാഭമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലാഭമായിട്ട് നമുക്ക് കിട്ടുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് അത് റെസീപ്റ്റ് സൈഡിൽ കാണിക്കാം. ഇനി നമ്മൾ റെസീപ്റ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 11,825 എന്ന് കിട്ടും. അതിനെ നമ്മൾ പേയ്മെൻറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതുക. മാറ്റി എഴുതിയിട്ട് പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന ഡിഫറൻസ് എത്ര? 3580. അതെന്തായിരിക്കും? ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. അത് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എഴുതണം? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് സൈഡിലാണ് കാണിക്കുക. ഓപ്പണിങ് നമ്മൾ എവിടെ കാണിക്കുക? റെസീപ്റ്റ് സൈഡിൽ കാണിക്കും. പിന്നെ ക്ലോസിംഗ് എവിടെ കാണിക്കും? പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.